എന്താ മോനെ? അമ്മേ, അച്ഛനെ കൊന്ന് ജയൻ ജയിൽ ചാടിയമ്മേ. അവന്റെ അവസാനം തൂക്കുമരത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ദ്രോഹി എവിടെയുണ്ടെങ്കിലും ഈശോ അവനെ വെറുതെ വിടില്ല മോനെ. ഇല്ലമ്മേ, അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇന്നു മുതൽ അതാണ് എന്റെ ജോലി. അയ്യോ വേണ്ട മോനെ, ഇനിയെങ്കിലും കണ്ടുകൊണ്ട് എനിക്ക് മരിക്കണം. അമ്മ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അച്ഛനെ കൊന്നതിനോട് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. എന്റെ മോളെ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഇവനൊരു എടുത്തുചാട്ടക്കാരന്. നീയും കൂടി പറഞ്ഞ് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് സമാധാനപ്പെടുത്തണം. എഴുന്നെള്ളും റാണി ആനന്ദദായിനി നിൻ ചിരിതൻ സൂനം ചൂടുന്നു വാനം നിന്നടതൻ താളം ചാത്തുന്നു ഓളം നീ എന്റെ പ്രാണനിൽ കുളിരലകൾ നെയ്യുന്ന നേരം കാതിൽ ചൊല്ലാൻ പുതിയൊരു കാര്യം കാതിൽ ചൊല്ലാൻ പുതിയൊരു കാര്യം സാറേ, ഞങ്ങളെ പറ്റിച്ചെടുക്കാൻ പറ്റില്ല സാറേ. ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ട് പോകാൻ തുടങ്ങിയൊന്നുമല്ല. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്നാ അകത്തേക്ക് പോണം. ഇല്ല, എനിക്കിപ്പോ പോകേണ്ടത് പുറത്തേക്കാണ്. അത് നടക്കൂല സാറേ. പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മണൻ വരയിട്ട് കൊടുത്ത കഥ സാർ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാ സാറിന്റെ മുമ്പിൽ ഞങ്ങൾ അതുപോലെ വരയിടാൻ പോവാ. ധൈര്യം ഉണ്ടെങ്കിൽ സാർ കടന്നു നോക്കിക്കോ. എടാ പൊടിയാ വരയിടാ. വരയിടാൻ കൊമ്പൊന്നും കാണുന്നില്ലല്ലോ. അങ്ങോട്ട് വരിക. ഇരിക്കൊന്നും വേണ്ട. സാറിന് ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു നോക്ക്. എടാ കോമാളികളെ, പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മണൻ ഇങ്ങനെ നിക്കറുമുക്ക് പിടിച്ചാണ് വരയിട്ടത്. ആ ഏതായാലും നിങ്ങളുടെ ലക്ഷ്മണ രേഖ അമ്മണി, ഈ പിള്ളേരെല്ലാം അകത്ത് പോകാൻ പറ. ഇങ്ങനെ പതുക്കെ വലിയ ലക്ഷണമുണ്ട്. എന്താ സാറേ? അമ്മണി, ഞാൻ എന്റെ ഭാര്യയെ അന്വേഷിച്ചു വന്നവരാണെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. അവൾ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെങ്കിലും എനിക്ക് അവളെ കണ്ടുപിടിക്കണം. സാറിനെ പുറത്തുവിട്ടാൽ? അമ്മണി, നിന്റെ അച്ഛന്റെ ഫോട്ടോ കാണുന്നതിന് മുൻപ് വരെ
ഞാനിവിടെ തങ്ങണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇനി നീ എന്നോട് പോകാൻ പറഞ്ഞാലും എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല. ഈ പറഞ്ഞ സത്യമാണോ? തീർച്ചയായും. കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്താ സുഗുണ? ഞാൻ ആലുവയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന വഴി രമ താമസിക്കുന്ന വീട് മനസ്സിലായി. എവിടെ? മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലുണ്ട്. നീ എങ്ങനെയെങ്കിലും അവളിവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതിനെന്തിനാ കൊച്ചമ്മ വിഷമിക്കുന്നത്? നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചാൽ പോരെ. ആ നിമിഷം അവളെ ഇവിടെ പൊക്കിക്കൊണ്ട് വരില്ലേ? നീ ഞങ്ങളെ പറ്റിച്ച് കടന്നിട്ട് വലിയ റാണിയായിട്ട് ഇവിടെ കഴിയാണ് അല്ലേ? പിടിക്കണ അവളെ. എടി, പുറത്തേക്കിറങ്ങി വരാനാ പറഞ്ഞത്. വരുന്നോ അതോ ഞങ്ങൾ ഇതിനെ പിടിച്ചിറക്കണോ? ആ വള്ളി പിടിക്കണം. ആർക്കാടാ വാതിലെ ഒട്ടി പൊളിക്കേണ്ടത്? നീയൊക്കെ ഏതാടാ? അവളോട് തന്നെ ചോദിക്ക്. അവളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. രമേ, ഇങ്ങോട്ട് ഇറങ്ങുവാ. രാജേട്ടാ, എന്നെ പിടിച്ചുകൊണ്ടുപോയി വേശ്യാലയത്തിൽ ഏൽപ്പിക്കാനാ ഇവന്മാര് വന്നിരിക്കുന്നത്. നേരാണോടാ? ഇവൾ ആരാണെന്നറിയാതെ താനെന്തിനാ ചൂടാകുന്നത്? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോകും. ഇവിടുന്ന് എന്നാലാണെന്ന് കാണട്ടെ. ഇത്ര അധികാരത്തോടുകൂടി സംസാരിക്കാൻ ഇവൾ ഇയാളുടെ ആരാ? ആരും ആയിക്കോട്ടെ, ഈ വീട്ടിൽ നിന്ന് നീയൊക്കെ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോണ്ട് പോയി നോക്ക്. ഇവിടെ പിടിച്ചെടുക്കണോ? ഞാൻ എടാ വൈദ്യുതല്ല പട്ടയടിച്ചിട്ട് എന്നടുത്ത് തുടക്കാൻ പറ്റും. എടാ പുനലൂരെ പട്ടയാണ് ഞാൻ കുടിച്ചിരിക്കുന്നത്. പോടാ എടാ, ഞാൻ ആന അഭ്യാസം പഠിപ്പിച്ചതാണ്. ഓ കൊള്ളാം. എവിടുന്നോ വന്ന ഈ ഒരു പെങ്കൊച്ചിന്റെ പേരില് എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത്. പാവം, അവളെന്ത് പേച്ചടാ? ഒരു ബന്ധമില്ലാത്തൊരു പെണ്ണിനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവളെ തെമ്മാടികളുടെ കൈ വിട്ടുകൊടുക്കണമെന്നാണോ നീ പറയുന്നത്? ഞാൻ അത്ര വിവരം കെട്ട കരുതിയാണ് രാജുവണ്ണ. ആ പെങ്കൊച്ചിനെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് വിടാതിരിക്കാൻ വേണ്ടി ഞാനും നമ്മുടെ അമ്മയും ചേർന്ന് ഒരു പുതിയ ഐഡിയയിലെത്തിയിരിക്കുക. ഓ പിന്നെ, നിന്റെ ഒരു മുടിഞ്ഞ ഐഡിയ. മുടിയാണെന്നല്ല, ഒരു മുഹൂർത്തം നോക്കുന്ന കാര്യമാണ്. മുഹൂർത്തമോ? അതെ, രമയെ രാജുവണ്ണൻ കല്യാണം കഴിക്കണം. നീ എന്താണ് ഈ പറയുന്നത്? ഞാനല്ല പറയുന്നത്, വയസ്സായിരിക്കുന്ന അമ്മയുടെ ഏറ്റവും വലിയ അപേക്ഷയാണ്. രമയുടെ ജീവിതം രക്ഷപ്പെടും, നമ്മുടെ കുടുംബത്തിന് വലിയ പുണ്യമോ. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാൻ ഒന്നുമില്ലെന്ന, നമുക്കൊരു താലിയുടെ ചെലവല്ലേ ഉള്ളൂ. രമേ, എന്തോ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യം? നിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. എന്താ ഏട്ടാ? ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മയുടെ നിർബന്ധം. അയ്യോ വേണ്ട. എന്താ, ഞാനൊരു മൃഗമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. പിന്നെന്തിനാ നീ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. എന്ത്? രാജുവേട്ടനെ എന്റെ കൂടെ പിറന്ന ആങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ പറഞ്ഞു നീ മറന്നേക്കൂ. ആരോരുമില്ലാത്ത ഞാൻ
ഇന്ന് ജീവിച്ചിരിക്കുന്നത് ചേട്ടന്റെ സ്നേഹവും കാരുണ്യം കൊണ്ട് മാത്രമാണ്. ചേട്ടൻ നിന്നെ രമയെന്നല്ല, അമ്മണിയെന്ന് വിളിക്കണം. ഇന്നു മുതൽ നിന്നെ ഞാൻ അമ്മണിയായിട്ടേ കണക്കാക്കൂ. രമവേലായുധനെ കൊന്നവന്റെ ഭാര്യയാണെന്നുള്ള സത്യം രാജുവിനോട് നീ പറഞ്ഞാൽ മാത്രം മതി. അഭയം കൊടുത്ത കൈകൾ കൊണ്ട് തന്നെ അവളുടെ അന്ത്യവും കുറിക്കും. മുതലാളി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് തന്നെ ഈ വിവരം രാജുവിന്റെ ചെവിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇവിടെ ആരുമില്ലേ? ആരാ? എന്താ? ഉണ്ട്. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് എൽസി എന്നാണ്. ജെയിൻ സാർ ഇല്ലേ? പുറത്തോടി പോയിരിക്കാണ്. ഒരു അത്യാവശ്യ കാര്യം ജെയിൻ സാറിനെ അറിയിക്കാൻ വേണ്ടിയാ ആരും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. എന്ത് കാര്യമാ? ജെയിൻ സാറിന്റെ ഭാര്യ രമ മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ട്. മാർക്കറ്റ് രാജു? അതെ. അറിയോ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. രമ എവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഭാരതമേനോന്റെ വീട്ടിൽ വെച്ച് രമയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാ രമ മാർക്കറ്റ് രാജുവിന്റെ വീട്ടിൽ മനസ്സിലാക്കിയത്. ജെയിൻ സാർ ഉടനെ അവിടെ എത്തില്ലെങ്കിൽ രമയ്ക്ക് എന്ത് അപകടം സംഭവിക്കും? എടാ, നിങ്ങൾ എളുപ്പം പോയി ജേട്ടന് വിവരം അറിയിക്കും. ആട്ടെ, ഭാരതമേനോനുമായിട്ട് എങ്ങനെയാ ബന്ധം? ആ ബന്ധത്തിനെ കുറിച്ച് അറിയാതിരിക്കുകയാണ് നല്ലത്. ജീവിക്കാൻ വേണ്ടി ഞാൻ അവിടെ അകപ്പെട്ടു പോയതാ. പക്ഷേ എനിക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മൃഗത്തിനെ അവസാനമായി എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ പോകുന്നത്. അതെ, ജീവിതത്തിൽ വീണ്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടെന്ന് വിചാരിച്ചില്ല അല്ലേ? നിന്റെ അപ്പച്ചൻ ചെയ്ത് തെറ്റുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. നിങ്ങളെ പോലുള്ളവർ ആവശ്യപ്പെടുന്ന സ്ത്രീധന പണം തരാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് അപ്പനമ്മമാർ ഈ ലോകത്തുണ്ട്. ജയിലിൽ കിടക്കുന്ന എന്റെ അപ്പച്ചനെയും അക്കൂട്ടത്തിൽ കണക്കാക്കിയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആവശ്യപ്പെട്ട 16 രൂപയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലമെങ്കിലും എനിക്കൊരു ഭാര്യയായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇത് വാങ്ങിക്കോളൂ. ഇത് അന്നേ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ തിരിഞ്ഞു ജീവിക്കേണ്ടി വരുമായിരുന്നു. തിരിഞ്ഞു ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പണം ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുതരാൻ എനിക്ക് കഴിഞ്ഞത്. ഓഹോ, വീട് എഴുതി വിട്ടിട്ടായിരിക്കും നീ ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, വീടിനേക്കാൾ വിലപ്പെട്ടതെല്ലാം വിറ്റു. ഈ പണത്തിനോടൊപ്പം എനിക്ക് കിട്ടിയ ഒരു സമ്പാദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്പാദ്യം? കാണുന്നു. ആ പണം ഉണ്ടാക്കിയ വഴിയിൽ കിട്ടിയതാണ്ടോ ഈ സമ്പാദ്യം. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ആ പണം തനിക്ക് വേണമെങ്കിൽ ഇതിനെ കൂടി ഏറ്റെടുക്കണം. ഒച്ച വയ്ക്കാതോടോ. ഭാര്യയേക്കാൾ വലുത് പണമെന്ന് വിചാരിക്കുന്നവനല്ല വല്ലവന്റെ മക്കളെ ചുമക്കേണ്ടി വരും. ഇറങ്ങിപ്പോടി എന്റെ മുൻപിൽ നിന്ന്. ഞാൻ പോവുകയാണ്. പക്ഷെ ഇവിടുന്നല്ല, ഈ ലോകത്ത് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. പണം. ഈ പണം തന്റെ ശവമടക്കിനിരുന്നോട്ടെ. എന്താ പേര്? മാത്യു. നമ്പർ 824. നിങ്ങൾക്ക് പോകാം. നിൽക്കൂ, ഒരു കത്തുണ്ട്.
പ്രിയപ്പെട്ട എന്റെ അപ്പച്ചനെ വിട്ടയക്കുന്നതിന് മുൻപ് ഈ കത്ത് അവിടെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇതെഴുതുന്നത്. എന്നെ ചന്ദ്രശേഖര മുതലാളി രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ അപ്പച്ചൻ ജയിലിൽ കയറിയത്. പക്ഷേ ആ ദ്രോഹി എന്നെ ചതിച്ചു. ജീവിക്കാൻ വേണ്ടി എനിക്ക് മാനം വിറ്റ് നടക്കേണ്ടി വന്നു. അപ്പച്ചന്റെ മകളാണെന്ന് പറയാനോ അപ്പച്ചനെ കാണാനോ എനിക്കിനി കഴിയില്ല. എനിക്ക് വേണ്ടി അപ്പച്ചൻ അവസാനമായി ഒന്ന് മാത്രം ചെയ്താൽ മതി. അപ്പച്ചൻ കാരണമാണ് ജെയിൻ സാറിന്റെ കുടുംബം തകർന്നത്. വാച്ചർ വേലായുധനെ കൊന്നത് ചന്ദ്രശേഖര മുതലാളിയാണെന്നുള്ള സത്യം അപ്പച്ചൻ എത്രയും വേഗം ബന്ധപ്പെട്ടവർ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പച്ചൻ കാരണം ഇനിയും പല നിരപരാധികളുടെയും ജീവിതം തകരും. എന്നെ കുറിച്ച് ഇനി അപ്പച്ചൻ ചിന്തിക്കേണ്ട. ഈ കത്ത് അപ്പച്ചന്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. അണ്ണ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇനി ഒന്നും പറയണ്ട. പാതിരാക്കി വന്നു കയറി അവൾക്ക് സ്വന്തം വീട് പോലെയാണ് ഞാൻ ഇവിടെ ആശ്രയം കൊടുത്തത്. എന്റെ അച്ഛനെ കൊന്ന പരമദ്രോഹിയുടെ ഭാര്യയാണോ അവളെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. ആരാന്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യുന്ന ഒരു പെണ്ണിനോടല്ല. എടാ, എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാൾ ഈ വീട്ടിൽ കഴിഞ്ഞത് ഏറ്റവും വലിയ വഞ്ചനയല്ലേടാ? പക്ഷെ അവളല്ലല്ലോ വേലാഞ്ചേട്ടനെ കൊന്നത്. രാജു ഞാനാണെങ്കിൽ കൊന്നനോടാണ് പകരം ചോദിക്കേണ്ടത്. ഞാൻ അവനെ എന്നെങ്കിലും കണ്ടുപിടിക്കൂടാ. കണ്ടുപിടിക്കാൻ എങ്ങും പോകണമെന്നില്ല. ജയന്റെ മിനിസ്റ്റ് എന്തെങ്കിലും ഇവിടെ വരും. അന്ന് നമുക്ക് വേണ്ടത് ചെയ്യാം. ആ നീ ഇവിടെ ഉണ്ടെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ജയേട്ടാ, നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. നമുക്ക് എളുപ്പം പോവാം. നിക്കടയോടെ. എടാ, ഞാൻ വാച്ചർ വേലായുധന്റെ മകനാണ്. നീ ജയിൽ ചാടി പുറത്തു വന്നത് എന്റെ കൈ കൊണ്ട് മരിക്കാനാണ്. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കും. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ. ഇനി നീ എന്നെ അടിക്കരുത്. അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? രാജു, ജയൻ നിരപരാധിയാണ്. ഇവനോ? അതെ. ഞാൻ എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിരപരാധിയായ ജയനെ കൊലയാളിയാക്കിയത്. നിന്റെ അച്ഛനെ കൊന്ന ആരാണെന്ന് ഞാൻ പറയാം.
ആരാണ്? ചന്ദ്രശേഖരൻ മുതലാളി. ചന്ദ്രശേഖരൻ മുതലാളി? അതെ, മാത്യു ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കുറ്റക്കാരനല്ല. രാജു എന്നെ വിശ്വസിക്കും. ആ ദ്രോഹിയാണ് മോനെ നിങ്ങളുടെയും എന്റെയും കുടുംബം തകർത്തത്. അവനിപ്പോ എവിടെയുണ്ട്? അവനുള്ള സ്ഥലം എനിക്കറിയാം. എന്താടാ? ജയൻ സാറോ ചേച്ചിയുടെ ചേട്ടന് ഭാരതി മേനോന്റെ വീട്ടിലേക്ക് പോയിരിക്കാ. നിനക്കൊക്കെ ചന്ദ്രശേഖരൻ മുതലാളിയെ കൊല്ലണം അല്ലടാ? എന്താ? ഒരു പെണ്ണിനെ നീ വഞ്ചിക്കരുത്.
ഞാൻ എത്രയോ തെറ്റ് ചെയ്തവളാണെങ്കിലും ഞാൻ ചേട്ടന്റെ പെങ്ങളായിട്ട് തന്നെയാണ് ഇതുവരെ ജീവിച്ചത്. എന്നെ നശിപ്പിച്ചവനെ ഞാൻ കൊന്നു. രാജേട്ടാ, ഈ അനാഥ കുട്ടികളുടെ സ്നേഹം എന്നെ ഇതുവരെ ജീവിപ്പിച്ചത്. ചേട്ടൻ ഇവരെ കൈവിടിയരുത്.